വാർത്തകൾ തുടരുന്നു. കയർ വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതിനായി കയർ വികസന വകുപ്പ് ഓണക്കാലത്തോടനുബന്ധിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് കയർ വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കയർ വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതിനായി കയർ വികസന വകുപ്പ് ഓണക്കാലത്തോടനുബന്ധിച്ച് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് കയർ വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഘങ്ങൾ കൂടുതൽ വിപണി കണ്ടെത്തുന്നതിനും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട കൂലിയും വരുമാനവും ഉറപ്പാക്കുന്നതിനും വലിയ തോതിലുള്ള പ്രയത്നം ആവശ്യമാണ് എന്നാണ് സർക്കാർ കരുതുന്നത്. ഓഗസ്റ്റ് 10 മുതൽ ഒരു വീട്ടിലൊരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്നൊരു പദ്ധതി ഫെബ്രുവരി 10 വരെ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 9 3 മണിക്ക് കയർ കോർപ്പറേഷൻ്റെ ഓഡിറ്റോറിയത്തിൽ സഹകരണ മന്ത്രി എം ലിജുവിൻ്റെ അധ്യക്ഷതയിൽ ആഭ്യന്തര കയർ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ കയർ തൊഴിലാളികൾക്ക് കയർ മേഖലയ്ക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ വിതരണം ആലപ്പുഴ MPC KC വേണുഗോപാൽ നിർവഹിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം 6 മാസക്കാലം കേരളത്തിലെ ഓരോ ഭവനത്തിലും ഒരു കയറുൽപ്പന്നം എത്തിക്കുക എന്നുള്ളതാണ്. പരമ്പരാഗത കയർ തൊഴിലാളികൾക്കും അതോടെ തന്നെ കയർ മേഖലയ്ക്കും ഇതുകൊണ്ട് വലിയ തോതിലുള്ള പ്രയോജനം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ കയർ വകുപ്പ് മന്ത്രി നിർവഹിക്കും. ഓഗസ്റ്റ് 10 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പരമ്പരാഗത കയർ തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയ്ക്കും വലിയ പിന്തുണ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രചാരണത്തിനും പരിപൂർണ പിന്തുണ നൽകുന്നതിനുമായി ഈ പദ്ധതിയുടെ നടത്തിപ്പ് വിപുലമായിട്ടാകും മുന്നോട്ട് പോവുകയെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനരഹിതമായ കയർപിരി സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് അഡ്വാൻസ് എസ്കേഷ്യ ഉൾപ്പെടെയുള്ള സഹായം നൽകുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. 12 കോടി രൂപയാണ് കയർഫെഡ് സംഘങ്ങൾക്ക് നൽകാനുള്ള കയർവില. റിവോൾവിംഗ് ഫണ്ട് 3.95 കോടി രൂപയും PPSS 7 കോടി രൂപയും ഉൾപ്പെടെ 10,95 ലക്ഷം രൂപ സ്വീകരിച്ചിട്ടുണ്ട്. കയർ തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യം ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം. SNDP ചാരുമൂട് യൂണിയൻ ശ്രീനാരായണ കൺവെൻഷന്റെ വിളംബര യാത്രയും കലവറ നിറയ്ക്കൽ പരിപാടിയും നടത്തി. യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു. ചാരുമൂട് SNDP യൂണിയന്റെ നേതൃത്വത്തിലുള്ള ശ്രീനാരായണ കൺവെൻഷന്റെ വിളംബര യാത്രയും കലവറ നിറയ്ക്കൽ പരിപാടിയും നടന്നു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ മഹേഷ് വെട്ടിക്കോടിന് പീത പതാക കൈമാറിക്കൊണ്ട് യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വെട്ടിയാർ 22-ാം നമ്പർ SNDP ശാഖായോഗത്തിൽ നടന്ന ചടങ്ങിൽ ശാഖായോഗം സെക്രട്ടറി ചന്ദ്രാനന്ദൻ, പ്രസിഡന്റ് സൗദാമിനി സുകുമാരൻ എന്നിവർ ഉൽപ്പന്ന കൈമാറ്റം നടത്തി. യൂണിയൻ വൈസ് ചെയർപേഴ്സൺ രേഖ സുരേഷ് അധ്യക്ഷയായി. വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അർച്ചന പ്രദീപ് മുഖ്യപ്രസംഗം നടത്തി. വനിതാ സംഘം യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണമ്മ, ശാഖാ പ്രസിഡന്റ് സൗദാമിനി സുകുമാരൻ, സെക്രട്ടറി ചന്ദ്രാനന്ദൻ, വനിതാ സംഘം ഭാരവാഹികളായ രത്നമണി പൊന്നൻ, രമ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ നേതാക്കളായ അശ്വിൻ ചുനക്കര, വിഷ്ണു വള്ളികുന്നം, സുവർണകുമാർ, വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂണിയന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ശാഖകളിലും അന്നദാനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കൽ നടന്നു. CDNet ന്യൂസ്, ചാരുമൂട്. ചാരുമൂട് SNDP യൂണിയൻ സംഘടിപ്പിച്ച ശ്രീനാരായണ കൺവെൻഷൻ യജ്ഞശാലയിലെ ഭദ്രദീപ പ്രതിഷ്ഠ ശിവബോധാനന്ദ സ്വാമി നിർവഹിച്ചു. യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ് അധ്യക്ഷനായി. SNDP ചാരുമൂട് യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ കൺവെൻഷന്റെ യജ്ഞശാലയിലെ ഭദ്രദീപ പ്രതിഷ്ഠ നടന്നു. ശിവബോധാനന്ദ സ്വാമി പ്രതിഷ്ഠ നിർവഹിച്ചു. യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ്
അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഗോപനാഞ്ജലിപ്ര ആമുഖ പ്രസംഗം നടത്തി. യജ്ഞാചാര്യൻ സുജിത്ത് തന്ത്രി അനുഗ്രഹ പ്രഭാഷണവും മുൻ യോഗം കൗൺസിലർ മനോജ് ചെട്ടികുളങ്ങര മുഖ്യപ്രസംഗവും നിർവഹിച്ചു. യൂണിയൻ വൈസ് ചെയർപേഴ്സൺ രേഖ സുരേഷ്, മറ്റ് ഭാരവാഹികളായ ശശി സ്റ്റീൽലാൻഡ്, വിഷ്ണു ചാരുമൂട്, TS അശോകൻ, ഷീല സോമൻ, അർച്ചന പ്രദീപ്, വിദ്യാധരൻ, സോമനാഥൻ, ശ്രീകാന്ത്, രഞ്ജിത്ത്, ഗംഗ, സീന, ഷാജഹാൻ, ഭാമിനി രവീന്ദ്രൻ, കൃഷ്ണമ്മ, പുഷ്പാകരൻ, മഹേഷ് വെട്ടിക്കോട്, രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്. ശ്രീനാരായണ ഗുരുദർശനം മതാതീതവും കാലാതീതവും എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതവുമാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റും ശിവഗിരി മഠം മുൻ മഠാധിപതിയുമായ വിശുദ്ധാനന്ദ സ്വാമികൾ പറഞ്ഞു. ഗുരുവിൻ്റെ ദർശനവും കൃതികളും സന്ദേശങ്ങളും സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് ചാരുമൂട് ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുദർശനം മതാതീതവും കാലാതീതവും എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതവുമാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റും ശിവഗിരി മഠം മുൻ മഠാധിപതിയുമായ വിശുദ്ധാനന്ദ സ്വാമികൾ പറഞ്ഞു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്ഭുതങ്ങളില്ല. അറിവില്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതമാണ്. അങ്ങനെ ചെമ്പഴന്തിയിൽ വളർന്നു വന്ന ഏതാണ്ട് ചെമ്പഴന്തി ഗുരുവിൻ്റെ അച്ഛനും അമ്മാവിനും ഒക്കെ സംസ്കൃതത്തിൽ മഹാപണ്ഡിതന്മാരായിരുന്നു, വൈദ്യപണ്ഡിതന്മാർ. പ്രത്യേകം ഓർക്കണം, തിരുവിതാംകൂർ രാജകുടുംബത്തിലെ വൈദ്യകുടുംബം കൂടിയായിരുന്നു ഗുരുവിൻ്റെ കുലമായ വയൽവാര വീടും ആ കുടുംബവും. അങ്ങനെ അവിടുത്തെ ആ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ശാസ്ത്ര പഠനത്തിന് വേണ്ടിയാണ് അക്കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി തുടങ്ങിയ ഇന്ന് കേരളം ഉൾക്കൊള്ളുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം അറിയപ്പെട്ടിരുന്ന ചേവണ്ണൂർ ആശാനായിരുന്ന കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ. ഗുരു ചേകന്നൂർ കളരിയിൽ വിദ്യ അഭ്യസിക്കുന്ന കാലം മുതൽ തന്നെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് ആത്മീയതയുടെ പ്രഭ വിതറുകയും ചെയ്തിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും കൃതികളും സന്ദേശങ്ങളും സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണെന്നും വിശുദ്ധാനന്ദ സ്വാമികൾ പറഞ്ഞു. രണ്ടാമത് ചാരുമൂട് ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാരുമൂട് SNDP യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ യൂണിയൻ കൺവീനർ ഗോപനാഞ്ജലിപ്ര ആമുഖ പ്രസംഗം നടത്തി. യജ്ഞാചാര്യൻ സുജിത്ത് തന്ത്രികൾ, യോഗം കൗൺസിലർ മനോജ് ചെട്ടികുളങ്ങര, വൈസ് ചെയർപേഴ്സൺ രേഖ സുരേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശശി സ്റ്റീൽലാൻഡ്, TS അശോകൻ, ഷിബു കൊട്ടക്കാട്ടുശ്ശേരിൽ, വിഷ്ണു, ചാരുമൂട് മേഖലാ ഭാരവാഹികളായ KP ചന്ദ്രൻ, അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട്, ഗിരീഷ് അമാസ്, B തുളസീദാസ്, B സരസൻ, ബൈജു ദാമോദരൻ, ഉദയകുമാർ, വനിതാ സംഘം സെക്രട്ടറി ഷീല സോമൻ, വൈസ് ചെയർപേഴ്സൺ അർച്ചന പ്രദീപ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ മഹേഷ് വെട്ടിക്കോട്, എംപ്ലോയീസ് ഫോറം കേന്ദ്ര കമ്മിറ്റി അംഗം K ശ്രീകാന്ത്, കൺവീനർ രജിത്ത്, പെൻഷനേഴ്സ് ഫോറം ചെയർമാൻ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന്റെ ആദ്യ സെഷനിൽ ശ്രീനാരായണ ധർമ്മവും കുടുംബജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആശാപ്രദീപ് പ്രഭാഷണം നടത്തി. രണ്ടാം സെഷനിൽ ഡോക്ടർ ബിന്ദു സനൽ ശുദ്ധി പഞ്ചകവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്. കരിമുളയ്ക്കൽ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ സുവർണ ജൂബിലി സമാപനവും ഇടവക തിരുനാളും ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. മാവേലിക്കര രൂപതാ വികാരി ജനറൽ റവറന്റ് മോൺ ജോബ് കല്ലുവിള അധ്യക്ഷത വഹിക്കും. ചാരുമൂട് കരിമുളക്കൽ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ സുവർണ ജൂബിലി സമാപനവും ഇടവക തിരുനാളും ആഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിലെ ഫാദർ ഫ്രാൻസിസ് കർത്താനം BC നയിക്കുന്ന നവീകരണ ധ്യാനം 6-ാം തീയതിയാണ് ജൂബിലിയുടെ സമ്മേളനം. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കേരളത്തിലെ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥാണ് നിർവഹിക്കുന്നത്. ജനപ്രതിനിധികളെല്ലാവരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായിട്ട് ദേശത്തിന് അനുഗ്രഹം നൽകുന്ന തിരുനാൾ റാസ, അത് 7-ാം തീയതിയാണ്. 8-ാം തീയതി വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തിരുനാൾ സമാപിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പരിപാടികൾ.
ആഗസ്റ്റ് 8 രാവിലെ 9:30 രജിസ്ട്രേഷൻ ഉണ്ടാകും. 10 മുൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. മാവേലിക്കര രൂപതാ വികാരി ജനറൽ റവറൻ മോൺ ജോബ് കല്ലുവിള അധ്യക്ഷനാകും. ഫാദർ സിൽവസ്റ്റർ തെക്കെടുത്ത് സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി, ഫാദർ വർഗീസ് കുന്നത്തേത്ത്, അഡ്വക്കേറ്റ് അനിൽ ബാബു, അന്ന പൊന്നച്ചൻ എന്നിവർ സംസാരിക്കും. ജോൺ ടി എബ്രഹാം തേവാരത്ത് നന്ദി പറയും. 10:45 പ്രൊഫസർ റൂബിൾ രാജ് ക്ലാസ് നയിക്കും. ആഗസ്റ്റ് 29 സമൂഹ ബലിക്ക് ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് നേതൃത്വം നൽകും. 11 മുൻകാല വൈദികർ, സിസ്റ്റർമാർ എന്നിവരെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ആദരിക്കും. മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് അധ്യക്ഷനാകും. കൊടിക്കുന്നിൽ സുരേഷ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ആഗസ്റ്റ് 30 വൈകിട്ട് 4:30 ജപമാല പ്രാർത്ഥന, കൊടിയേറ്റ് എന്നിവ നടക്കും. ഫാദർ വർഗീസ് കുന്നത്തേത്ത് കൊടിയേറ്റ് നിർവഹിക്കും. സെപ്റ്റംബർ 1 6 മുതൽ വചനപ്രഘോഷണമടക്കം നടക്കും. ജൂബിലി മഹാസമ്മേളനം ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. MS അരുൺകുമാർ MLA, ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന, ഫാദർ തോമസ് ചെറുപുഷ്പം, ഫാദർ കോശി മാത്യു, സാം മാത്യു, ജോയ്ക്കുട്ടി, ഫാദർ സ്റ്റീഫൻ ദാസ്, ശോശാമ ബിജു, രമ്യ പ്രസാദ് എന്നിവർ സംസാരിക്കും. സജി ജോൺ നന്ദി പറയും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റി തോമസ് പണിക്കർ, ചെല്ലിച്ചിറയിൽ, ജോസഫ് രാജൻ, സജി മാനുവൽ, ജനറൽ കൺവീനർ സജി ജോൺ പായിക്കാട്ടേത്ത്, VM യേശുദാസൻ, ജോസ് ബേബി എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് ചാരിമൂട്. NGO അസോസിയേഷൻ കായംകുളം ബ്രാഞ്ചിന്റെ പ്രവർത്തക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ റാഷിദ ബഷീർ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ കായംകുളം ബ്രാഞ്ചിന്റെ പ്രവർത്തക സമ്മേളനം നടന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് സുനിൽ ആറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ റാഷിദ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊരു യൂണിയൻകാരൻ വന്നാലും നിങ്ങൾ ആദ്യമായി ചോദിക്കണം, നിങ്ങൾ ഈ 10 വർഷക്കാലം എവിടെയായിരുന്നു? ഈ 10 വർഷക്കാലം നിങ്ങൾക്ക് ഞങ്ങൾ സംഘടന എന്ന നിലയിൽ, ഞങ്ങൾ സിവിൽ സർവീസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആനുകൂല്യങ്ങൾ വാങ്ങി തന്നിട്ടുള്ളത്? 10 വർഷക്കാലമായിട്ട് നമ്മുടെ സറണ്ടറായാലും ആനുകൂല്യം, ഇത് പല പല ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് ഇവിടെ നടത്താൻ പറ്റി? നിങ്ങൾ ഒരു സമരം പോലും ചെയ്തിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരത്തിന് പോയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ ഇന്ന് കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ ധർണ ഉണ്ടായിരുന്നു. എന്താ ആ ധർണയുടെ കാര്യം? എന്താ? ലീവ് സറണ്ടർ പ്രസ്താവിക്കുക, ശമ്പള പരിഷ്കരണം ഉണ്ടാക്കുക. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പേ നമുക്ക് ശമ്പള പരിഷ്കരണം ഉണ്ടാകേണ്ട ആ അവസ്ഥ ഈ 2 വർഷം ഇവരെവിടെയായിരുന്നു? ഈ 2 വർഷം ഇവർക്ക് മിണ്ടാൻ പറ്റില്ലായിരുന്നോ? ഇവർ ഒരു ചെറുവിരൽ അനക്കുമോ? ഇതാണ് നമ്മൾ നമ്മളുടെ ഓഫീസുകളിൽ ചോദിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ലീവ് സറണ്ടർ, നമ്മുടെ DA കൃഷി, ഇപ്പം DA കൃഷി അവർക്ക് വേണം. നമ്മൾ ഭരണത്തിൽ കയറിയിട്ട് 2 മാസമേ ആയുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരും വർഷങ്ങളിലുള്ള നമ്മുടെ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതലുള്ള DA കൃഷി വരുത്തില്ല എന്നാണ്. മറ്റുള്ള സംഘടനയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി അവർ നമ്മളിലേക്ക് വരുത്തുകയും തിരിച്ച് അടുത്ത LDF ഭരണ സമയത്ത് അവർ തിരിച്ചങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തകരെ നമുക്ക് ആവശ്യമില്ല. ഇതിൽ NGO അസോസിയേഷൻ സർക്കാർ ഗവൺമെൻറ് NGO അസോസിയേഷൻ എന്ന നിലയിൽ കോൺഗ്രസ് ഭരണത്തോട് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വമേധയാ നമ്മുടെ അംഗത്തിൽ അംഗം ചേരാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് തരാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെക്കുന്നത്. RC സാമുൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സുനിൽ PS മുഖ്യപ്രഭാഷണം നടത്തി. KCR തമ്പി, അഭയകുമാർ, അസയർ, പ്രസാദ് ആന്റണി, രതീഷ്, അരുൺ എന്നിവർ സംസാരിച്ചു. ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം. കായംകുളം പോലീസ് സർക്കിൾ ഓഫീസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് KPCC മെമ്പർ അഡ്വക്കേറ്റ് U മുഹമ്മദ്. സർക്കിൾ ഇൻസ്പെക്ടർമാരെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി മാറ്റിയിരുന്ന നടപടി സർക്കാർ റദ്ദാക്കിയ സാഹചര്യത്തിൽ സർക്കിൾ ഓഫീസ് പുനഃസ്ഥാപിക്കുന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളത്തെ പോലീസ് സർക്കിൾ ഓഫീസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് U മുഹമ്മദ് ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സർക്കിൾ ഇൻസ്പെക്ടർമാരെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി മാറ്റി സർക്കിൾ ഓഫീസ് ഇല്ലാതാക്കിയ നടപടി UDF സർക്കാർ അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കായംകുളത്ത് പോലീസ് സർക്കിൾ ഓഫീസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കത്തിന് പ്രസക്തി ഏറിയിരിക്കുന്നത്. കായംകുളം, കനകക്കുന്ന് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ്, പുതിയതായി വരുന്ന കൃഷ്ണപുരം സ്റ്റേഷൻ എന്നിവകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും കാര്യക്ഷമമായ കേസന്വേഷണങ്ങൾക്കും കായംകുളം സർക്കിൾ ഓഫീസ് അനിവാര്യമാണ്. ചരിത്ര പ്രാധാന്യമുള്ള CA ഓഫീസ് പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതിനായി സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും U മുഹമ്മദ് പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും.
കായംകുളം നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധം. BJP കൗൺസിലർമാർ നഗരസഭാ കവാടത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞു. അപ്പർ കുട്ടനാട് മേഖലയിൽ ആശ്വാസം. രണ്ടാമത് ചാരുമൂട് ശ്രീനാരായണ കൺവെൻഷന് തുടക്കമായി. ശ്രീനാരായണ ഗുരുദർശനം മതാതീതവും കാലാതീതവും എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതവുമാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റും ശിവഗിരി മഠം മുൻ മഠാധിപതിയുമായ വിശുദ്ധാനന്ദ സ്വാമി. കരിമുളയ്ക്കൽ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ സുവർണ ജൂബിലി സമാപനവും ഇടവക തിരുനാളും ശനിയാഴ്ച മുതൽ. മുൻ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.